മകൾ ചാർട്ടേഡ് അക്കൗണ്ടന്റാകുമെന്ന് സ്വപ്നം കണ്ട് പ്രതീക്ഷയോടെ വളർത്തി വലുതാക്കിയ ഒരച്ഛൻ ഇന്ന് ആ പിതാവ് നീതി തേടി അലയുകയാണ്. മകളുടെ മരണത്തിന്റെ കാരണം കണ്ടെത്താൻ നിയമ പോരാട്ടത്തിലാണ്. പറഞ്ഞു വരുന്നത് കൊച്ചിയിലെ CA വിദ്യാർത്ഥിനിയായിരുന്ന മിഷേലിന്റെ പിതാവ് ഷാജിയെക്കുറിച്ചാണ്. മിഷേൽ മരിച്ചിട്ട് 6 വർഷം പൂർത്തിയാകുന്നു. പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യയെന്ന് എഴുതി തള്ളിയ കേസ്. എന്നാൽ മകളുടെ മരണം, മിഷേലിന്റെ മരണം കൊലപാതകമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ആ കുടുംബം. അതിന് പല കാരണങ്ങളുണ്ട്. ഇക്കാര്യം പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. ഇത് ഹൈക്കോടതി ജംഗ്ഷന് സമീപമുള്ള കൊച്ചിയിലെ ഗോശ്രീ 2-ാം പാലം. ഈ പാലത്തെക്കുറിച്ച് മലയാളികൾ വിശദമായി കേട്ടത് മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടാണ്. ഈ പാലത്തിൽ നിന്നും കൊച്ചി കായലിലേക്ക് ചാടി മിഷേൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പക്ഷെ പോലീസിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് മിഷേലിന്റെ കുടുംബം. മിഷേൽ ആത്മഹത്യ ചെയ്തതല്ല, മിഷേലിനെ ആരോ കൊലപ്പെടുത്തിയതാണെന്നാണ് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത്. അതിന് കാരണമായി നിരവധി വാദങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. എന്താണ് മിഷേലിന്റേത് കൊലപാതകമാണെന്ന് കുടുംബം പറയാനുള്ള കാരണം? മിഷേലിന്റെ പിതാവ് ഷാജി തന്നെ ഇക്കാര്യം പോലീസ് പട്രോളിനോട് വിശദീകരിക്കുന്നു. സിസ്റ്റേഴ്സും ഞാനും വൈഫും എല്ലാം കൂടെ കൂടി വനിതാ പോലീസ് സ്റ്റേഷനിലേക്കാണ് ആദ്യം എത്തുന്നത്. പെട്ടെന്ന് നീതി കിട്ടാനായിട്ട് അതല്ല ഏറ്റവും നല്ല മാർഗം എനിക്ക് തോന്നിയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറയുകയാണ്, അയ്യോ ഈ പരാതി പറയേണ്ടത് ഇവിടെയല്ല, നിങ്ങൾ നേരെ കസബ സ്റ്റേഷനിൽ പോകും. കസബ സ്റ്റേഷനിലും ചെല്ലുന്നു. അവരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, സാറ് കൊച്ചിങ്ങനെ പള്ളിയിൽ പോയി തിരിച്ചു വന്നില്ല, നിങ്ങൾ പെട്ടെന്ന് ആ ടവർ ലൊക്കേഷൻ നിന്ന് എടുക്കാവോ, കൊച്ചിപ്പോൾ എവിടെയാണെന്ന് നമുക്കറിയാമല്ലോ. ലാസ്റ്റ് അവർ പറയുകയാണ്, അയ്യോ നിങ്ങൾ ഈ പരാതി പറയണത് ഇവിടെയല്ല, നിങ്ങൾ നേരെ സെൻട്രൽ സ്റ്റേഷനിൽ ചെല്ലേ. അപ്പോൾ എറണാകുളത്തുള്ള 3 സ്റ്റേഷനിലും ആ രാത്രി കയറി സെൻട്രൽ സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അവർ പറയുകയാണ്, ഇപ്പോൾ SI ഇവിടെ ഇല്ല, ഈ പാസ്വേഡ് SIയുടെ കയ്യിലാണ്, ടവർ ലൊക്കേഷൻ എടുക്കണേ, നിങ്ങൾ നാളെ രാവിലെ 8:30 വന്നാൽ നമുക്ക് നോക്കാമെന്ന്. ഞങ്ങൾ ഉടനെ ഞങ്ങളുടെ രീതിയിൽ നേരെ കൊച്ചു പള്ളിയിൽ എത്തിയെന്ന് അറിയാണ്ട് നേരെ പള്ളിയിൽ പോകുന്നു. അവിടുത്തെ CCTV ടൈം വെച്ച് നോക്കുമ്പോൾ 5:30 ശേഷം പള്ളിയിലേക്ക് വരുന്നു, കയറുന്നു. അവിടെ നിത്യാരാധനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ഒരു 15 മിനിറ്റ്. അതിനുശേഷം 6:15 കൂടി വെളിയിലിറങ്ങുന്നു. വളരെ കൃത്യമായ ദൃശ്യം. അപ്പോൾ അവിടെ 2 ബൈക്കുകാർ വരുന്നതും ഈ കൊച്ചിനെ ഫോളോ അപ്പ് ചെയ്യുന്നതുമായ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് ഉണ്ടായി. കലൂർ പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് മിഷേൽ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയത്. കലൂർ പള്ളിയിലെത്തി പുറത്തിറങ്ങിയ മിഷേലിനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇക്കാര്യം CCTV ദൃശ്യങ്ങളിലും വ്യക്തമാണ്. പക്ഷേ ആ ഫോളോ ചെയ്തത് ആരാണ്? അവരിലേക്കൊന്നും പോലീസിന്റെ അന്വേഷണം പോയില്ല. അവരെ കണ്ടെത്താനും കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാകാം? ഇപ്പൊ ഇവര് വെള്ളത്തിൽ പോയി മരിച്ചു എന്ന് പറയണമെങ്കിൽ എപ്പോ മരിച്ചു എന്നുള്ള ഒരു മരണസമയം പറയണ്ടേ? ഈ മരണസമയം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഈ ബോഡിയുടെ കൂടെ പോയ ഒരു സാധനവും കണ്ടെടുത്തിട്ടില്ല. അതുപോലെ ഈ പള്ളിയിൽ പോയപ്പോൾ 2 ബൈക്കിൽ വരുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ എൻക്വയറി നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എടുത്തിട്ടില്ല. ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ബൈക്ക് ഏതാണെന്നറിയാം, പക്ഷെ അവർ അന്വേഷിച്ചാലേ കണ്ടുകിട്ടുള്ളൂ. അവർ ആ സമയം ബൈക്കിൽ വരുന്ന 2 പേര് അന്നേരം മൊബൈൽ എടുക്കുന്നുണ്ട്, മെസ്സേജ് വിടുന്നുണ്ട്, എല്ലാം അവിടെ കാണുന്നുണ്ട്. ഇതെല്ലാം ടവർ ലൊക്കേഷനിൽ നിന്ന്, അന്നത്തെ ടവർ ലൊക്കേഷനിൽ നിന്ന് ഇവർക്ക് എടുക്കായിരുന്നല്ലോ. മിഷേൽ ആത്മഹത്യ ചെയ്യില്ല എന്ന് കുടുംബം പറയാനുള്ള പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, മിഷേലിന്റെ ജീവിതത്തെ അലട്ടിയിരുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. മിഷേൽ കുടുംബവുമായും മാതാപിതാക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധമാണ് പുലർത്തിയിരുന്നത്. മറ്റൊരു കാര്യം, ആത്മഹത്യ ചെയ്യാനായിരുന്നുവെങ്കിൽ മിഷേൽ എന്തിന് ഇതിന് തൊട്ട് മുൻപ് പള്ളിയിൽ പോകണം? മാത്രമല്ല, ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ഇറങ്ങി ഗോശ്രീ 1-ാം പാലമുണ്ട്. ആ 1-ാം പാലത്തിൽ നിന്ന് ചാടി കായലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാമായിരുന്നു. എന്തിനാണ് മിഷേൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത്? ഏകദേശം ഒരു 200, 300, 400 മീറ്ററിലധികം യാത്ര ചെയ്ത് ഗോശ്രീ 2-ാം പാലത്തിലേക്ക് എത്തിയത്?
ഫസ്റ്റില് സാറ് പറയാണ് അത് മിഷേല് ഗോശ്രീയുടെ 1-ാം പാലത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താണ്. അപ്പം ഞങ്ങൾ ചോദിച്ചാൽ അതെങ്ങനെ സാറിനറിയാം? സാറ് ഈ 1-ാം പാലത്തിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ അവിടെ അന്ന് ഒരാൾ വെള്ളേ ഉള്ളൂ. അപ്പൊ ഈ 1-ാം പാലത്തിൽ നിന്ന് ചാടുന്ന ആള് ആ വെള്ളത്തില് ഇന്ന് ആള് ചെള്ളിയിലേക്ക് ചാടു പോയി കഴിഞ്ഞാൽ ഈ ഐലൻഡ് വാർപ്പിൽ എങ്ങനെ സാറേ ബോഡി എത്തണേന്ന് ചോദിച്ചു. പിന്നെ CI സാർ ഒരക്ഷരവും മിണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുക പോലും ചെയ്തില്ല. പിറ്റേ ദിവസം വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ഗോശ്രീയുടെ 2-ാം പാലത്തിൽ നിന്ന് മിഷേല് ചാടി ആത്മഹത്യ ചെയ്തു എന്നാക്കി. പോലീസ് തന്നെ ഫസ്റ്റിലത്തെ കഥ അട്ടിമറിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും FIR-ലും പരാമർശിക്കാത്ത ചില കാര്യങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. മിഷേലിന്റെ ശരീരത്തിൽ കണ്ടെത്തിയ ചില പാടുകൾ, മുറിവേറ്റ പാടുകൾ, ആരോ ബലമായി പുറകിൽ നിന്നും ശരീരത്തിൽ പിടിച്ചതിന്റെ പാടുകളുണ്ടെന്നാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്നാൽ ഇക്കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ FIR-ലോ ഒരു രീതിയിലും പരാമർശിക്കുന്നില്ല. സാധാരണ ചില പാടുകൾ ഉണ്ട് എന്ന് മാത്രമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. മുഖത്ത് ഈ 2 സൈഡിലും നഖം, ഒരു കാളുടെ കൈവിരൽ അമർത്തി പിടിച്ച 2 നഖവും താണ പാടുണ്ടായിരുന്നു. അതുപോലെ ഈ ചുണ്ട് മുറിഞ്ഞ പാടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഈ കമ്മലിൽ ഒരു കമ്മൽ വലിച്ച് പറിച്ചെടുത്ത പാടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ വലതു കൈയില് ഈ കയ്യില് ഒരു 4 വിരൽപ്പാട് പുറകിൽ നിന്ന് പിടിച്ച് അമർത്തുമ്പോൾ ഉണ്ടാകുന്ന 4 വിരൽപ്പാട് കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഈ ജനറൽ ഹോസ്പിറ്റലിലെ മറ്റ് ഡോക്ടേഴ്സ് നല്ല ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ജനറൽ ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് എറണാകുളത്ത് നിന്ന് പോസ്റ്റ്മോർട്ടം മാറ്റി? ഇവർ ഞങ്ങൾക്ക് വീട് അന്വേഷിച്ച് ഞങ്ങളുടെ അടുത്ത് വന്ന പല ഡോക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം, നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഉമാതൻ ഡോക്ടറെ പോയി ഒന്ന് കാണണം. അപ്പോൾ ഡോക്ടറാണ് ഞങ്ങളോട് പറഞ്ഞത്, ഈ ഷാജി, ഈ കൊച്ചിനെ ഒരാൾ പുറയിൽ നിന്ന് പിടിച്ചാലാണ്, അതായത് തന്തവറിൽ പുറയിൽ വരും. അപ്പോൾ ഇങ്ങനെ കൈത്തണ്ടയിൽ പുറയിൽ നിന്ന് പിടിക്കുമ്പോൾ അമർത്തിയ പാടാണെന്ന് ഡോക്ടർ എൻ്റെ കയ്യെ പിടിച്ച് കാണിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും അത് മനസ്സിലായത്. FIR-ലെയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും ചില പിഴവുകളും ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തിനാണ് പോലീസ് ആ FIR-ലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും തിരുത്തലുകൾ വരുത്തിയത്? 6/3 എന്നുള്ള ഡേറ്റ് അല്ലാണ്ട് നിങ്ങൾ പരാതിയിൽ എഴുതി തന്നാൽ ഞങ്ങൾ മേടിക്കില്ല. അപ്പോൾ ഇവർക്ക് കൃത്യമായ ഒരു ഓർഡർ എവിടുന്നോ ലഭിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന ആളെ ഈ രാത്രി തട്ടിക്കൊണ്ടു പോകും, അപ്പോൾ നിങ്ങൾ ഈ രാത്രി അന്വേഷിക്കരുത് എന്നുള്ള കൃത്യമായ ഒരു വിവരം എല്ലാ സ്റ്റേഷനിലും എത്തിയിട്ടുണ്ട് ആയിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇപ്പോൾ അമിക്കസ് ക്യൂറിയെ വെച്ച് ഒരു അന്വേഷണം നടത്താൻ കോടതി വെച്ചിട്ടുണ്ട്. അതിൻ്റെയും ഇവരെ അന്വേഷിച്ച അന്വേഷണം ഒരു 10,000-3000 പേജോളം ഉണ്ട്. അപ്പോൾ അമിക്കസ് ക്യൂറിയോട് പഠിച്ചിട്ട് പറയാൻ പറഞ്ഞേക്കുവാണ്. കഴിഞ്ഞ 6 വർഷമായി നീതി തേടി ഈ പിതാവ് അലയുകയാണ്. തന്റെ മകളുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണം. പോലീസ് ആർക്കോ വേണ്ടി ഈ കേസ് അട്ടിമറിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അങ്ങനെയെങ്കിൽ അത് എന്തിനാണ്, ആർക്കു വേണ്ടിയാണ്? ഇക്കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. CBI വന്നാൽ മാത്രമേ മിഷേലിന്റെ മരണത്തിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിയൂവെന്നാണ് ഈ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത് കൊലപാതകത്തെ മറച്ചു വെച്ചുകൊണ്ട് ആത്മഹത്യയാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് CBI അന്വേഷണം വന്നാൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാകുകയുള്ളൂ.